കഴിഞ്ഞ ദിവസം മടവൂരിൽ വീട്ടിന് മുന്നിൽ വെച്ച് സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി ദാരുണമായി മരണപ്പെട്ട കൃഷ്ണേന്ദു എന്ന 7 വയസ്സുകാരിയുടെ ഭൗതികദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് വന്ന കൃഷ്ണേന്ദുവിനെ വീടിന് മുന്നിൽ ഇറക്കിവിട്ട ശേഷം സ്കൂൾ ബസ് മുന്നിലേക്കെടുത്തപ്പോൾ സമീപത്തെ പോസ്റ്റിൽ നിന്നും റോഡിലേക്ക് വീണുകിടന്ന കേബിൾ ടിവിയുടെ കേബിളുകളിൽ കാൽ കുരുങ്ങി കൃഷ്ണേന്ദു സ്കൂൾ ബസ്സിൻ്റെ അടിയിലേക്ക് തന്നെ വീഴുകയായിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ ബസ് മുന്നിലേക്കെടുത്തപ്പോൾ കൃഷ്ണേന്ദു ബസ്സിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയായിരുന്നു. തലയിലൂടെ ബസ്സിൻ്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങിയ കൃഷ്ണേന്ദു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. നാടിനും നാട്ടാർക്കും സ്കൂളിനുമൊക്കെ പ്രിയപ്പെട്ടവളായിരുന്നു കൃഷ്ണേന്ദു എന്ന ബാലിക. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടന്ന ബാലികയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ ഞെട്ടി വിതുമ്പി നിൽക്കുകയാണ് മടവൂർ പഞ്ചായത്തിലെ ചാൽ എന്ന ഗ്രാമം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൃഷ്ണേന്ദുവിൻ്റെ കുഞ്ഞുദേഹം താൻ പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു. കൃഷ്ണേന്ദുവിൻ്റെ അധ്യാപകരും സഹപാഠികളും വിതുമ്പലോടെ കൃഷ്ണേന്ദുവിൻ്റെ കുഞ്ഞുമേനിയിൽ പൂക്കൾ സമർപ്പിച്ചു. MLAയും മറ്റ് ജനപ്രതിനിധികളും കൃഷ്ണേന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് കൃഷ്ണേന്ദുവിൻ്റെ ഭൗതികദേഹം കൃഷ്ണേന്ദു ജനിച്ചു വളർന്ന ഓടിച്ചാടി നടന്ന വീട്ടിലേക്കെത്തിയപ്പോൾ കൂട്ട നിലവിളികളാണ് ഉയർന്നത്. കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും ബന്ധുക്കളുടെയും പദം പറഞ്ഞുള്ള പൊട്ടിക്കരച്ചിലുകൾ കണ്ടു നിന്നവരുടെയും കണ്ണുകളെ ഈറനാക്കി. കൃഷ്ണേന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും കുഞ്ഞുമേനി ഒരു നോക്ക് കാണാനും വേണ്ടി
ഒരു ഗ്രാമം തന്നെ അപ്പാടെ ഒഴുകി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കൃഷ്ണേന്ദുവിൻ്റെ വീട്ടിലേക്കും എത്തിയിരുന്നു. സ്കൂൾ ബസ് ഡ്രൈവറുടെയും ബസ്സിലെ ആയയുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റവും ശ്രദ്ധയില്ലായ്മയും അലംഭാവവും തന്നെയാണ് ഇളം പ്രായത്തിലെ കൃഷ്ണേന്ദുവിൻ്റെ ജീവൻ എടുക്കുന്ന ദുരന്തത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം കേബിൾ TV കമ്പനിക്കാരുടെയും അശ്രദ്ധയും കുഞ്ഞിൻ്റെ ദാരുണ മരണത്തിന് കാരണമായി. റോഡിലേക്ക് വീണുകിടന്ന കേബിൾ കൂട്ടങ്ങളിൽ കാൽ കുരുങ്ങിയാണ് കൃഷ്ണേന്ദു റോഡിലേക്ക് വീണത്. തുടർന്നാണ് അശ്രദ്ധമായി ഡ്രൈവർ ബസ് മുന്നിലേക്കെടുത്തപ്പോൾ കൃഷ്ണേന്ദു ബസ്സിനടിയിൽപ്പെട്ടതും ദാരുണമായി മരണം വരിച്ചതും. ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായ ദുരന്ത സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ അധികൃതരും ബസ് ജീവനക്കാരുമൊക്കെ കർശനമായ നിബന്ധനകൾ പുലർത്തണമെന്നും പാലിക്കണമെന്നുമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.